അസ്സലാമലൈക്കും, നമസ്കാരം. ഹലോ സാബിത, നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ഇട്ടിരിക്കുന്നത്. സാബിത എന്നൊരു സ്ത്രീ ഈ ലോകത്തുനിന്ന് പറഞ്ഞാൽ പറയില്ല, ഈ കേരളത്തിൽ ഏറ്റവും ധീരവനിതയാണ്. കാരണം അവർ ചെയ്യുന്നത് ഒരാളെ കൊണ്ട് കുറ്റവും കുറവുമല്ല പറഞ്ഞത്. നമ്മൾ ഇസ്ലാമിലായാലും ഏത് മതത്തിലായാലും ഒരാളെ കൊണ്ട് കുറ്റം പറയാൻ പാടില്ല. ആ സ്ത്രീ ഒരു ഇസ്ലാമാണ്. പക്ഷേങ്കിൽ ഇസ്ലാമിൽ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റായിട്ട് നമ്മളെ നാവാണ് സൂക്ഷിക്കാൻ പറയുന്നത്. അതിലും വലിയ കുറ്റം ഒരാളെ ഇറച്ചി പത്തിലും തിന്നുന്നതിലും വലിയ കുറ്റമൊന്നുമില്ല. അതിൽ കൂടി പൈസ ഉണ്ടാക്കുന്നത് മോശമാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ സാബിത എന്ന് പറയുന്ന സ്ത്രീ നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. കാരണം അവരെ ഇത്രയും പ്രായത്തിൽ അവർ പൈസ ഉണ്ടാക്കുന്നു. അതിന് അപ്പുറം എന്താണ് വേണ്ടത്? അവരൊരു സെലിബ്രിറ്റിയാണ്. പിന്നെ നാളെ അവരെ മക്കൾക്ക് ഒരു ബിസിനസ്സാണ്. ഇതൊക്കെ ചെയ്യുന്നൊരു വനിതയെപ്പറ്റി മോശം കമൻറ്റും മോശം വീഡിയോകളും ഞാൻ ഒരുപാട് കണ്ടിരുന്നു. ഇതൊക്കെ എല്ലാവരുടെ ഇടയിലും വന്നാൽ അതിൻ്റെ ആ കുടുംബത്തിൽ ഇങ്ങനെ ഒരു നെഗറ്റീവ് കമൻറ്റ് ഇട്ട് കൊടുത്താലും വീഡിയോ ചെയ്ത ആ കുടുംബത്തിലെ വിഷമങ്ങൾ വളരെ വിഷമമാണ്. പക്ഷേങ്കിൽ ആ കുടുംബം എന്ന് വെച്ചാൽ വിദ്യാഭ്യാസമുള്ളൊരു കുടുംബമാണ്. അവർക്കറിയാം എന്തെന്നാണ്. ഇസ്ലാമി പറഞ്ഞതിന് നമ്മുടെ നാവ് സൂക്ഷിക്കാനാണ് ഏറ്റവും പറഞ്ഞ നാവ് നമ്മളെ. പിന്നെ നമ്മളെ പടച്ചോൻ സൃഷ്ടിച്ചത്, പടച്ചോൻ പറയുന്നത് 5 നേരത്തെ നിസ്കാരമാണ്. ആ നിസ്കാരം തൗബ ചെയ്യുക, നിസ്കരിക്കുക, ഇതൊക്കെ ചെയ്യുക. മറ്റുള്ളവരെ കൊണ്ട് നെഗറ്റീവ് പറയുന്നവർക്ക് ഒരിക്കലും സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. അവരെ നാവ് ഒരിക്കലും സ്വർഗത്തിൽ പോകില്ല. ആ നാവ് കുറ്റത്തിലാക്കുകയാണ് മറ്റുള്ളവർ ചെയ്യുന്നത്. അല്ലാതെ ഈ സാബിത എന്ന് പറഞ്ഞ സ്ത്രീ ഒരു 30, 40, 20 വയസ്സുള്ള ഒരു സ്ത്രീ ഡാൻസ് കളിച്ചാൽ ഒരുപക്ഷെ കാമം വന്നേക്കാം. നമ്മുടെ സാബിത ഡാൻസ് കളിച്ചാൽ അത് ചിരി മാത്രമേ ഉള്ളൂ. എനിക്ക് പറയാനുള്ള, ഞാൻ സാബിതൻ്റെ സ്ഥലത്തിൻ്റെ കുറച്ച് ഇങ്ങോട്ടുള്ള ആളാണ്. സാബിത എന്നൊരു വ്യക്തി നല്ല മനസ്സിനൊരുടമയാണ്. ആ വ്യക്തിയെപ്പോലത്തൊരു വ്യക്തിയെ നമുക്ക് കാണാൻ കഴിയില്ല. കാരണം എന്ന് വെച്ചാൽ എല്ലാത്തിലും ആ സ്ത്രീ സക്സസ്ഫുള്ളാണ്, എല്ലാ കാര്യത്തിലും. പക്ഷേങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരെ ഒരുപാട് ശത്രുക്കളുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മതം പറഞ്ഞ് കളിക്കുന്ന ആൾക്കാർ മതം പറഞ്ഞ് കളിച്ചാലും മറ്റുള്ളവരെ കൊണ്ട് തെറ്റ് പറഞ്ഞാൽ, നെഗറ്റീവ് പറഞ്ഞാൽ, ഉള്ളതായാലും ഇല്ലാതായതും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാവ് നരകത്തിലാണ്. അത് ഓർക്കുക. അവരുടെ കുറ്റങ്ങളൊക്കെ, അവരൊരു കുറ്റവും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവരെ തീർന്ന്. ഈ പറഞ്ഞതിൽ അവരെ കുറ്റമൊക്കെ തീർന്നു. ഓക്കെ, ഹായ്. എല്ലാവരും എനിക്ക് സഹകരിക്കുക, എന്നെ സപ്പോർട്ട് ചെയ്യും.